അന്നേരം എന്തേ നമ്മുടെ കീടനാശിനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പയറിലൊരൊറ്റ മുഞ്ഞയോ വെള്ളീച്ചയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാത്തിലേക്കും ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. 3 ഐറ്റങ്ങളേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റമാണ്. ആദ്യം തന്നെ നമുക്ക് കാണാം വിനെഗർ, പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണ, തുണി കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ്. അളവ് കൃത്യമായിരിക്കണം. അളവ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്ന അളവിൽ എടുക്കാവൂ. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് 900 ml വെള്ളത്തിൽ ആണ് ഈ ഒരു സാധനം നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. നമുക്കൊരു 50 ml വിനാഗിരിയാണ് വേണ്ടുന്നത്. 25 ml വെളിച്ചെണ്ണയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ. 25 ml ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ മുഴുവനായിട്ട് 100 ml സാധനം ആയിട്ടുണ്ട്. അതായത് 50 ml വിനാഗിരി, 25 ml വെളിച്ചെണ്ണ, 25 ml ഡിറ്റർജൻറ്റ്. ഇനി വേണ്ടുന്നത് 900 ml വെള്ളം മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇതുപോലൊരു സ്പ്രേയറും എപ്പോഴും ഉള്ളത് നല്ലതാണ്. ഈ ഒരു ഉറുമ്പ് ഇരിക്കുന്ന ഭാഗത്തെല്ലാം മുഞ്ഞ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ചെറുതായിട്ടിരിക്കുന്നതാണ് മുഞ്ഞ. അതിന് ചുറ്റിനും ഉറുമ്പ് നിൽപ്പുണ്ട്. കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ആ ഉറുമ്പ് ആ മുഞ്ഞങ്ങളെ ഒന്നും ചെയ്യത്തില്ല, വെറുതെ ചുറ്റിനും ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു മിശ്രിതം നമ്മൾ ആ ഒരു ഇലകൾക്ക് അടിയിലേക്ക്, അതായത് മുഞ്ഞ എപ്പോഴും ഇലകളുടെ അടിയിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഇലയ്ക്ക് അടിയിലേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ എല്ലാത്തിൻ്റെയും കേട്ടോ, എപ്പോഴും മുഞ്ഞ ഇലയുടെ അടിയിലായിരിക്കും. ആ ഒരു ഇലയുടെ അടിയിലേക്ക് വേണം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഈ ഒരു എല്ലാത്തിൻ്റെയും ഇലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിലേക്കും ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം.